ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മലബാർ രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. എങ്ങനെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മളിവിടെ 1.5 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഉഴുന്നരക്കുമ്പോൾ 4 ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിൽ കുറവ് വെള്ളവും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്ത ഉഴുന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 8 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാകം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉഴുന്നുവടക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് തന്നെ നമുക്ക് വടയുടെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈയൊന്ന് നനച്ചതിന് ശേഷം വേണം നമ്മൾ ഉരുള ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഹോളിട്ട് കൊടുത്തപ്പോൾ എൻ്റേത് ഹോളായിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വിരൽ ഒന്നുകൂടി നനച്ചതിന് ശേഷം ഹോളിട്ട് കൊടുത്തു. അപ്പോൾ അത് ശരിയായി. അപ്പോൾ അത് വടയുടെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനൊരു ബ്രൗൺ നിറമാവുമ്പോൾ വേണം നമ്മളിത് കോരിയെടുക്കാൻ. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് മുഴുവനൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു ചട്നി ഉണ്ടാക്കാം. ഇതിന് നമ്മൾ 2 പച്ചമുളകും 1 പീസ് ഇഞ്ചിയും 3 ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ഇതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്